ഇന്ന് ഞങ്ങൾ സോനാമർഗിൽ നിന്നും ലേയിലേക്ക് പോവാണ്. ഈ ട്രക്ക് എല്ലാം ലേയിലേക്കുള്ള ട്രക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ലേയിലേക്ക് സോജില ചുരം കടന്നാണ് പോകുന്നത്. പിന്നെ ഈ മഞ്ഞുമലയൊക്കെ നിങ്ങൾ കണ്ടോ? ഈ മഞ്ഞുമലയുടെ ഒക്കെ ഇടയിൽ കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. നല്ല രസമുണ്ട്. ഈ റോഡൊന്നും അത്ര സുഖമില്ലാത്ത റോഡാണ്. ഇത് കണ്ടോ? ഇതിൻ്റെ ഒരു സൈഡ് മലയും ഒരു സൈഡ് കൊക്കയാണ്. ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളെല്ലാം ഭയങ്കര ത്രില്ലായിട്ട് ഇരിക്കുവാണ്. ഈ ഭാഗത്തുള്ള റോഡൊക്കെ അത്ര സുഖമില്ലാത്ത റോഡാണ്. ഭയങ്കര കുഴിയൊക്കെയാണ് നിറച്ച്. അപ്പോൾ ഈ സോനാമർഗിൽ നിന്നും ലേയിലേക്ക് ഏകദേശം 340 കിലോമീറ്റർ ആണുള്ളത്. അപ്പം 8 മണിക്കൂറാണ് ഉള്ളത് അങ്ങോട്ട് പോകാൻ. പിന്നെ ഈ ശ്രീനഗറിൽ നിന്നും ലേയിലേക്ക് വണ്ടി വിടുന്നത് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് കേട്ടോ ഫ്രണ്ട്സ്. അതായത് ഇപ്പോൾ ഒരു ദിവസം ശ്രീനഗർ ടു ലേ ആണെങ്കിൽ മറ്റേ ദിവസം ലേ ടു ശ്രീനഗർ ആയിരിക്കും. ഓ, ഇത് കണ്ടോ ഫ്രണ്ട്സ്? ഈ മഞ്ഞിൻ്റെ ഒരു ഭിത്തി പോലെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. പിന്നെ ഈ മഞ്ഞെല്ലാം ആദ്യം രാവിലെ ഒരു മഞ്ഞ് മാറ്റുന്ന വണ്ടി കൊണ്ട് ഈ മഞ്ഞെല്ലാം അങ്ങോട്ട് മാറ്റും. എന്നിട്ടാണ് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഈ വഴിയിൽ കൂടെ പോകാൻ പറ്റുന്നത്. ഇത് കണ്ടോ? ആ വണ്ടി കൊണ്ട് ഈ മഞ്ഞിൻ്റെ ഭിത്തിയിൽ അരിഞ്ഞരിഞ്ഞ് മാറ്റിയ പോലെയല്ല ഇതിരിക്കുന്നത്. ഇത് കണ്ടോ? ഇതാണ് ഞാൻ ആ പറഞ്ഞ വണ്ടി. അതിന്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ? ഇങ്ങനെ അരിഞ്ഞു മാറ്റുന്ന ആ സാധനമാണത്. ഏകദേശം JCB പോലെയാണ് അതിരിക്കുന്നത്. ഓ ഫ്രണ്ട്സ്, ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ മഞ്ഞ് പാതകൾക്കിടയിലൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ പോവാന്നുള്ളത് ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മഞ്ഞ് കട്ടകളാണ് റോഡ് മൊത്തം ഇരിക്കണത്. പിന്നെ ഈ മഞ്ഞ് ഉരുകി കിടക്കുന്ന വെള്ളം ഈ റോഡ് മൊത്തം ഉണ്ട്. അപ്പം സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി തെന്നിപ്പോവും. അതുകൊണ്ട് പതിയെ വേണം പോവാൻ. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഇറങ്ങി ഈ സൈഡ് സീനൊക്കെ കാണാൻ കേട്ടോ. ഇവിടെ കുറേ പേരിങ്ങനെ നിർത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര തണുപ്പാണ് പുറത്ത്. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ സോജില പാസ് എടുക്കാറായി. നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയേക്കുവാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. തണുത്ത കാറ്റാണ് കേട്ടോ വീശുന്നത്. പിന്നെ ഇവിടെ ഐ ലവ് സോജില എന്ന് പറഞ്ഞ വലിയ ബോർഡൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പ്രൊട്ടക്റ്റിംഗ് ഫെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ പ്രൊട്ടക്റ്റിംഗ് ഫെൻസ് വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കും. അതൊക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ടേക്കാം. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഞങ്ങൾ എവിടെ വണ്ടി നിർത്തിയാലും കുറേ പേര് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിക്കും, നിങ്ങൾ കേരളയിൽ നിന്ന് ഇവിടം വരെ വന്നോ? അങ്ങനെ ട്രിപ്പിനെ കുറിച്ചൊക്കെ ചോദിക്കും. കാരണം ഞങ്ങളുടെ വണ്ടിയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് എല്ലാവരും വന്ന് ചോദിക്കുന്നത്. പിന്നെ അവർ കേരളത്തിനെ കുറിച്ചൊക്കെ ചോദിക്കും. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇനി അടുത്ത് അങ്ങോട്ടാണ് വരാൻ പോകുന്നതെന്നൊക്കെ അവർ പറഞ്ഞായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, ഈ വഴിയൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങോട്ട് നോക്കണം നേരത്തിൽ എവിടെ നോക്കിയാലും അടിപൊളി വ്യൂ ആണ്. അപ്പം നമ്മൾ പോകുന്ന ഈ സോജില ചുരം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 3528 മീറ്റർ ഉയരത്തിലാണ്. ഈ ചുരത്തിലൂടെയാണ് കേട്ടോ ശ്രീനഗറിലെ നാഷണൽ ഹൈവേ 1 കടന്നു പോകുന്നത്. ഈ നാഷണൽ ഹൈവേ കാശ്മീരിലെയും ലഡാക്കിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 110 കിലോമീറ്ററിൽ ദൂരെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ട്രിപ്പ് പോകുന്നത് മെയ്യിലാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി വിൻ്ററൊക്കെ ആയ ഇവിടെയൊക്കെ എന്താകുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. നമ്മൾ ഈ ഐസിൻ്റെ ഭിത്തി 2 സൈഡിലും അതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അടിപൊളിയാണിത്. ഇതൊരു ചെറിയ വഴിയാണ്. ഒരു ചെറിയ വണ്ടിക്ക് മാത്രമേ ഇവിടെ കൂടെ പോകാൻ പറ്റുള്ളൂ. വലിയ ലോറിയൊക്കെ പോയാൽ മഞ്ഞ് തട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിൻ്ററിൽ ഈ സോജില പാസ് ക്ലോസ് ആയിരിക്കും. കാരണം മൊത്തം മഞ്ഞ് വന്ന് മൂടിക്കിടക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ കൂടെ വണ്ടി കടത്തി വിടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഒഴിവാക്കാനായിട്ടാണ് ഈ സോജില ടണൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ
സോനമാർഗിൽ പോയപ്പോ നിങ്ങൾ സോജില ടണലിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ കണ്ടില്ലായിരുന്നു. അപ്പൊ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് കാണുക, അതെല്ലാം അതിലുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോ സോജില പാസിലാണുള്ളത്. ഇഷ്ടം പോലെ 360 മഞ്ഞുകളുണ്ട്. അടിപൊളിയാണ് ഇവിടെ കാണാൻ. പിന്നെ അടിപൊളി ഒരു വ്യൂ ആണ്. ഇവിടെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ. ഇവിടെ സ്നോ ആക്ടിവിറ്റീസ്, സ്നോ സ്കൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലാസ്റ്റ് അടുക്കാറായപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര മഞ്ഞുമലയൊക്കെയാണ്, നല്ല തണുപ്പുമാണ് കേട്ടോ. നമ്മൾ ലേയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് സോജില പാസിലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് തണുക്കും. നിങ്ങൾ മിനിറ്റ് തോറും വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടാവും. വിസു അതുവഴി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ മൊത്തം മഞ്ഞ് കട്ടയായിട്ട് കിടക്കുവാണ്. കൈ വെച്ചൊന്നും കിട്ടുന്നില്ല. തത്തച്ഛൻ ചവിട്ടിട്ട് ഞാൻ എടുത്താണ് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു ഫുൾ കട്ട കിട്ടി. ഇവിടെ ഫുൾ മഞ്ഞാണ്. ഞങ്ങളിപ്പോൾ സോജില പാസിലാണ്. മഞ്ഞ് കട്ടയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ, മഞ്ഞുകൾ വീഴുന്നത് ഇങ്ങനെ പൊരിയായിട്ട് ഇഷ്ടം മാതിരി മഞ്ഞുണ്ട്. കൈക്ക് വാരി എടുക്കാം. കണ്ടോ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണിത്. ഇത്രയും വലിയ മലയുടെ മുകളിൽ നിന്നിങ്ങനെ നിൽക്കുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. ഈ മഞ്ഞുമലയിൽ ഇങ്ങനെ മഞ്ഞ് വാരി കളിക്കും ഞങ്ങളുടെ കൊച്ചുമക്കളാണ് ഞങ്ങളൊക്കെ പ്രേരണ തന്നത്. ലിറ്ററിയിൽ പോയിട്ട് വന്നിട്ടുള്ളവർ നാട്ടിൽ വന്ന് പറയാറുണ്ട്, മഞ്ഞുമലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷേ അതിപ്പോൾ യാഥാർത്ഥ്യമായത് ഈ കാണുന്നത് വലിയൊരു മലയാണ്. മഞ്ഞിൻ്റെ കണ്ടില്ലേ, തൊടുമ്പം താഴോട്ട് പോകുന്നതാണ്. കാണുന്നില്ലേ കണ്ടോ? ഇത് നമുക്ക് കൈകൊണ്ട് ഇടിച്ചിങ്ങനെ പൊട്ടിച്ചിടാം അല്ലേ. അപ്പോൾ ഇത് ജീവിതത്തിലെ ഒരു വലിയ അനുഭവം തന്നെയാണ്. ഈ മക്കളെ കൂടെയുള്ള യാത്ര ഒരു അനുഭൂതി തന്നെയാണ്. കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതെല്ലാം. കണ്ടോ, കൈകൾ മരവിച്ചു പോയി. ഓ, ഭയങ്കര തണുപ്പ് തന്നെയാണ് കേട്ടോ. തത്തച്ഛനും തത്തച്ചിയൊക്കെ ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. ഇവിടെ ചായ കുടിക്കാൻ വന്നേക്കാണ്. ഞങ്ങൾ കേക്ക് മേടിച്ചു. പക്ഷെ ഇവിടെ നിന്ന് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞങ്ങള് വിടുമ്പോ പുകയൊക്കെ വരുന്നുണ്ട്. ഈ ചേട്ടനാണ് കേട്ടോ അപ്പൊ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി തരുന്നത്. പിന്നെ ഈ സോജില പാസിനെ 0 പോയിന്റ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. കാരണം ഇവിടുത്തെ മഞ്ഞ് ഒരിക്കലും ഉരുകത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ 0 പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കൂടെ ലൈറ്റൊക്കെ ഇട്ട് വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാനാണ് നമ്മളിവിടെ നിർത്തിയേക്കുന്നത്. തത്തച്ഛനും തത്തച്ചിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. കാരണം ഇവിടുത്തെ അത്ര മഞ്ഞ് വേറെ എവിടെയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ വണ്ടി ഇവിടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. വേറെ ഇഷ്ടം പോലെ വണ്ടികൾ നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ അങ്ങ് അവിടെ ഒരു പച്ച ബോർഡ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോജില പാസിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചേക്കുന്ന ബോർഡായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. പിന്നെ ഇത് മഞ്ഞിന്റെ ഭിത്തിയാണ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഇവിടെ നമ്മുടെ ചിലപ്പോൾ ഇടിക്കാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടോ, വഴി മുഴുവൻ മഞ്ഞുരുകിയിട്ടുള്ള വെള്ളമാണ് കിടക്കണത്. മുമ്പിലെല്ലാം കുഴിയുണ്ട്. കുഴിയിലെല്ലാം ഈ മഞ്ഞിന്റെ വെള്ളം ഇങ്ങനെ ഉരുകി കിടക്കണമാണ്. അതുകൊണ്ട് വണ്ടിയെല്ലാം ഭയങ്കര സ്ലോ ആയിട്ടാ പോകുന്നത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ 2 പച്ച സൈൻ ബോർഡ് ഉണ്ട്. നമുക്ക് അവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കണം.
സോജില, ഓൾട്ടിറ്റ്യൂഡ് 11,649 ഫീറ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അത്രോ ഉയരത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടുത്തെ വ്യൂ ഒക്കെ പറഞ്ഞ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയേക്കുവാണ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. ഇവിടെ ഒരുപാട് പേര് വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ മഞ്ഞിന്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ടേക്കാണ്. അടിപൊളിയാണ്. തൊട്ടടുത്ത് ഇവിടെ മഞ്ഞാണ് കേട്ടോ. ഞങ്ങളിപ്പോ സോജില പാസിലാണ്. 1649 അടി മുകളിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. എന്റെ പുറകെ ബോർഡുണ്ട്, വെൽക്കം ടു സോജില പാസ്, വെൽക്കം ടു കാശ്മീർ വാലി എന്നൊക്കെ പറഞ്ഞ് എഴുതിയത്. അപ്പോൾ നമ്മൾ സോജില പാസിലാണ്. ഇവിടെ ഐ ലവ് BRO എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഈ റോഡിൽ കൂടി ഐസ് ഒഴുകിയ വെള്ളം ഇങ്ങനെ പുഴ പോലെ വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട കാഴ്ചയാണ്. നല്ല രസമുണ്ട് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു, അതുകൊണ്ട് കഴിക്കാനായിട്ടുള്ള ഒരു സ്ഥലം നോക്കുവാണ്. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കുവാണ്. ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. ദേ ഇവിടെ അടിപൊളി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച ഞങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതേ ഒരു മലയുടെ അടിവാരത്ത് നിന്ന് ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി. ഇതാണ് ഞങ്ങളുടെ കുട്ടി സ്റ്റൗവിൽ ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി കേട്ടോ. നമ്മൾ ലേക്ക് പോകാൻ വേണ്ടി നമ്മൾ രാവിലെ 6 മണിക്ക് വണ്ടി എടുത്ത് പോകുന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കിയത്. കാറ്റായതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടിയുടെ ഡോർ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോഴത്തെ സൈഡിൽ ഇങ്ങനെ സ്റ്റൗ വെച്ചേക്കുന്നത്. ഇത് ഭയങ്കര സംഭവമല്ലേ നമ്മളിവിടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇത് ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളെ എന്നും നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുവാണ്. ഇന്നിപ്പോൾ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ വഴി വെച്ച് ആദ്യത്തെ സംഭവം ചെയ്യുവാണ്. വഴി വെച്ച് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്. നിങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ, 2 പേർക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത്. ചെറുതായപ്പോഴാണ് നമ്മൾ ഈ സ്റ്റൗ ആദ്യമായിട്ട് മേടിച്ചത്. അന്നേരം അവൾക്ക് കുറുക്കി കൊടുക്കാൻ വേണ്ടിയാണ് മേടിച്ചത്. ശരിക്കും ഇവർ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ അത്തച്ഛനാണ് പറഞ്ഞത് ഇതുപോലെ ഒരു ചെറിയ സ്റ്റൗ മേടിച്ച് വഴി വെച്ച് ഉണ്ടാക്കാമെന്ന്. വഴി വെച്ചിങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നത് അത്തച്ഛന് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ പ്ലേറ്റിലേക്ക് നൂഡിൽസ് എടുത്തു. ഇല്ല, അടിപൊളി നൂഡിൽസ് ആണ് കേട്ടോ. അതിപ്പോൾ ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വഴി വെച്ച് ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക. ഇന്നാണത് സാധിച്ചത്. മരത്തണലോടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. കാർപ്പറ്റ് കരുതണമെന്ന് വിചാരിക്കും. അത് പിള്ളേരുടെ ഒരു മോഹമാണ്, വിരിച്ചിരുന്ന് അതുമേലിരുന്ന് ഭക്ഷണം കഴിക്കുക. പക്ഷെ അത് ഈ മഞ്ഞുമലയെ നടക്കുകയല്ലോ. ഈ മഞ്ഞുമലയെല്ലാം കണ്ട പകുതി ആസ്വദിച്ച് നല്ല ചൂട് നൂഡിൽസ് കഴിക്കുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. ആദ്യത്തെ അപ്പം ഞങ്ങൾ നൂഡിൽസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഇത്രയും തണുപ്പത്ത് ഈ ചൂടുള്ള നൂഡിൽസ് കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പിയായി. അപ്പം ഞങ്ങൾ ഇനി ലേയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്.
അപ്പൊ ആദ്യം വരുന്ന ദ്രാസ് ആണ്, പിന്നെ കാർഗിൽ, പിന്നെ ലമയൂര്, പിന്നെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ കാർഗിൽ വാർ മെമ്മോറിയൽ ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ലേയിലേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡൊക്കെ നല്ല റോഡാണ്. റോഡിലൊന്നും കുഴിയൊന്നുമില്ല, അതുപോലെ ഐസും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്. ഇവിടുന്ന് ലേയിലേക്ക് 283 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളത് കാർഗിൽ വാർ മെമ്മോറിയലിന്റെ അടുത്ത് എത്തിയേക്കുവാണ്. അപ്പൊ നമുക്കിനി അത് കാണാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ കാർഗിൽ വാർ മെമ്മോറിയൽ ആണല്ലോ കേട്ടോ നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയ ജെറ്റ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഇവിടെ കാർഗിൽ വാറിൽ ഈ വീരമൃത്യു വരിച്ച സൈനികരുടെ ഒരു മെമ്മോറിയൽ ആയിട്ടാണ് ഇവിടെ ഈ ഒരു കാർഗിൽ വാർ മെമ്മോറിയൽ പണിതിരിക്കുന്നത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ തോമ്പും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ഉണ്ട് പുറകിലായിട്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ വിജയിനെ കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വായിക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1999 മെയ് മുതൽ ജൂലൈ വരെ ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിലും നിയന്ത്രണ രേഖയിലെ മറ്റു സ്ഥലങ്ങളിലും നടത്തിയ യുദ്ധമാണ് കാർഗിൽ യുദ്ധം എന്നറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ധാരാളം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 527ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ ഭാഗത്തുള്ള ഭൂരിഭാഗ സ്ഥലങ്ങളും തിരിച്ചു പിടിച്ചു. അപ്പൊ ഈ കാർഗിൽ യുദ്ധത്തിൽ ഇരമൃത്യം വെച്ച സൈനികരുടെ ട്യൂംസ് ആണിത്. പക്ഷെ ഇവിടെ ശരിക്കും വന്നാൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ തോന്നത്തില്ല. നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇവിടെ വന്നാൽ. പക്ഷെ നിങ്ങൾ ഇത് കാണുന്ന ഈ വീഡിയോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഒരിക്കലേ ഇത് വന്ന് കാണണം. കാരണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി വീരമൃത്യു വരിച്ച ഓരോരോ ജവാന്മാരുടെ തോമ്പുകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഒരു പ്രത്യേകം ഒരു വിഷമോ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണയും ഇത് വന്ന് ഇവിടെ ഇന്ന് കാണണം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാർഗിൽ യുദ്ധത്തിനെ കുറിച്ചും യുദ്ധം നടക്കാനുള്ള കാരണത്തിനെ കുറിച്ചും പിന്നെ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. On 11 July 1999, in this operation, Grenadier Yogendra Singh Yadav of the Commando Platoon of 18 Grenadier was awarded with the nation's highest gallantry award, the Paramveer Chakra. His platoon leader, Lieutenant Balwant Singh, was conferred with the
Mahavir Chakra. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ ഫോട്ടോയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. പിന്നെ അവിടെ ഞങ്ങൾ കണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ വാറിന് ഉപയോഗിച്ച വെപ്പൺസ്, അതുപോലത്തെ കുറേ അവർക്ക് കിട്ടിയ മെഡൽസ്, പിന്നെ ആയുധങ്ങൾ, പിന്നെ പാകിസ്ഥാൻ്റെ ഒരു കൊടി തിരിച്ചു വെച്ചേക്കുന്നത്, അതൊക്കെ കണ്ടു. അപ്പം ഇവിടെ എനിമീസിൻ്റെ കിട്ടിയിരിക്കുന്ന ഓരോ ഫ്ലാഗ്സ് ഒക്കെ ഇവർ റിവേർട്ടഡ് ആയിട്ട് തിരിച്ചായിരിക്കും വെക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ സോൾജേഴ്സിൻ്റെ ഓരോരോ ഡയറി എൻട്രീസും പിന്നെ കുറിപ്പുകളും ലെറ്ററും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അവർക്ക് കിട്ടിയ ഓരോ അവാർഡുകളും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തോട്ട്സ് ഷെയർ ചെയ്യാനുള്ള കോർണറാണ്. ഇവിടെ ഇഷ്ടംപോലെ തോട്ട്സ് ഉണ്ട്. നമ്മളും തോട്ട്സ് എഴുതാൻ പോകാം. കാർഗിൽ വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത് ആക്ച്വലി കാർഗിൽ അല്ല സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ദ്രാസിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മാറിയിട്ടാണുള്ളത്. അവിടെയായിട്ടാണ് ഈ കാർഗിൽ വാർ മെമ്മോറിയൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാർഗിൽ വാർ മെമ്മോറിയൽ ശ്രീനഗർ ടു ലേ നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണുള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതൊക്കെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ കാണണം. അപ്പോൾ ഈ കാർഗിൽ വാറിനെ കുറിച്ചുള്ള ഈ ഡോക്യുമെൻ്ററി ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റാഞ്ഞത്. കാർഗിൽ വാറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ ഡോക്യുമെൻ്ററി കാണിക്കുന്നുണ്ട്. ശരിക്കും അത് കാണുമ്പോൾ നമ്മുടെ കണ്ണ് വരെ നിറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ലേയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ മഞ്ഞുമലയില്ല, പിന്നെ ഈ പച്ച പുല്ലുകളുള്ള മലയുമല്ല. ഇപ്പോൾ ഒരു ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു മലയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് നമ്മൾ വന്ന സീസണിൽ. പിന്നെ ഇങ്ങോട്ട് വരുന്ന റോഡൊക്കെ നല്ല റോഡാണ്, ഒരു കുഴിയൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ ശ്രീനഗറിൽ നിന്നുള്ള ലേയിലേക്കുള്ള ട്രിപ്പ് ഈ ഒരു ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ മലകൾക്കിടയിലൂടെയും ചുരങ്ങളൊക്കെ കടന്ന് മഞ്ഞുമലയിലിടയിലൂടെയും അതൊക്കെ, അതുകൊണ്ടാണ് ഇതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ശ്രീനഗറിൽ നിന്ന് ലേയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് എത്താം. അങ്ങനെ ഈ ഒറ്റ ദിവസം കൊണ്ട് എത്തുന്ന യാത്രയെ ഒരു പേര് വിളിക്കും. അത് പീരങ്കി ബോൾ റൺ എന്നാണ്. അപ്പോൾ അതൊരു 16-18 മണിക്കൂറുള്ള യാത്രയാണ്. പക്ഷെ ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ഒറ്റയടിക്ക് പോവുകയല്ല ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് സോനാമർഗ് വന്നു. അവിടെ സോനാമർഗ് മൊത്തം കണ്ടിട്ട് അവിടെ ഞങ്ങൾ റെസ്റ്റ് എടുത്ത് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ സോനാമർഗിൽ നിന്ന് ലേയിലേക്ക് 340 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എത്താം. ഞങ്ങൾ ഏകദേശം വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ശ്രീനഗറിൽ നിന്ന് ലേയിലേക്ക് ഒറ്റയടിക്ക് പോകുന്ന കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അവിടെ ലേയിലെത്തുമ്പോൾ രാത്രിയാവും. അതുകൊണ്ട് സൈറ്റ് സീയിങ് ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ശ്രീനഗറിൽ നിന്ന് കാർഗിൽ വന്ന് സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ ശ്രീനഗറിൽ നിന്ന് സോനാമർഗ് വന്ന് സ്റ്റേ ചെയ്യുക. നിങ്ങളെ പോകുന്ന വഴി കണ്ടോ, ഒരു പ്രത്യേക വഴിയാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് ഇത് കാണാൻ. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഗോ സ്ലോ ഷൂട്ടിംഗ് സ്റ്റോൺ ഏരിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഈ പാറയിൽ നിന്ന് ഈ ഉരുളങ്കല്ലൊക്കെ താഴോട്ട് വീഴും ചിലപ്പോൾ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്. പിന്നെ ഇവിടെ വണ്ടിയുടെ വീഡിയോ ഞങ്ങൾ ഷൂട്ട്
ആണ് കേട്ടോ. നല്ല രസമില്ലേ വണ്ടി വരുന്ന കാണാൻ. നിങ്ങൾ ലേയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ലേയിലേക്കുള്ള റൂട്ടിൽ പെട്രോൾ പമ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം വരാൻ. ഇപ്പൊ നമ്മൾ കാർഗിൽ എത്തിയേക്കുവാണ്. ഇത് കാർഗിൽ സിറ്റിയാണ്. ഇത് അത്യാവശ്യം ഒരു വലിയ ടൗൺ തന്നെയാണ് കേട്ടോ. ഇവിടെ കുറെ കടകളും ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ കാർഗിൽ ടാക്സി സ്റ്റാൻഡ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ എപ്പോഴും വെള്ളം കുടിച്ചോണ്ടിരിക്കണം. ഇവിടെ തണുപ്പായോണ്ട് വെള്ളം കുടിക്കാനൊന്നും തോന്നത്തില്ല. എന്നാലും നിങ്ങൾ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെയുള്ള പ്രോബ്ലംസ് നമുക്കുണ്ടാവും. അതുകൊണ്ട് വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം. ഞങ്ങൾ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കുടിച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതുപോലത്തെ ഇൻഫെക്ഷനോ പ്രോബ്ലംസോ ഒന്നും വന്നില്ല. ഈ ഒരു വ്യൂ കണ്ടോ നിങ്ങൾ? താഴെ ഈ കാർഗിൽ സിറ്റി ആണുള്ളത്. ഈ കുഞ്ഞു കുഞ്ഞു വീടുകളും എല്ലാം ഇങ്ങനെ അടുങ്ങി നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കാർഗിലിൽ നിന്ന് പോന്നു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ലെമയൂരുമാണ് ഒരു ചെറിയ ടൗൺ ആയിട്ടുള്ളത്. ഈ പോകുന്ന വഴി കണ്ടില്ലേ എന്ത് രസമാണ് ഇത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇനി വേറെ സീസൺ ആവുമ്പോൾ ഇവിടെ മൊത്തം മഞ്ഞുമലയായിരിക്കും. ഇപ്പൊ നമ്മൾ മെയ് വന്നപ്പോൾ ഇവിടെ മഞ്ഞുമലയൊന്നുമില്ല. ഈ മഞ്ഞൊക്കെ ഉരുകി ഇപ്പൊ ഇത് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ പിന്നെ ഈ പോകുന്ന വഴി ഒരു ചെറിയ മൊണാസ്ട്രി കണ്ടിരിക്കുവാണ്. ഇവിടെ പ്രയർ വീലൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലേ പോണ വഴിക്കൊരു പ്രയർ വീല് കണ്ടിരിക്കുകയാണ്. നമുക്കിത് കാണാം. ഫ്രണ്ട്സ്, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു മണി. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പ്രയർ വീലൊക്കെ കറക്കി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കറക്കാൻ. ആ മണിയടിയും കേൾക്കുമ്പം പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്രയർ വീല് കാണുന്നത്. ഇനി ലഡാക്കിലൊക്കെ ചെല്ലുമ്പോൾ ഇതിനേക്കാൾ വലിയതുണ്ടാവും. അവിടെയൊക്കെ ഇഷ്ടം പോലെ മൊണാസ്ട്രി ഉണ്ടല്ലോ. പോകുന്ന വഴി കണ്ടോ, നമ്മൾ ഈ മൂണിലൊക്കെ ചെന്ന പോലെയാണ് ഞങ്ങൾക്കിത് ഇവിടെ കൂടെ പോകുമ്പോൾ തോന്നിയത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് മൂൺലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കണ്ടു
നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മൂണിന്റെ സർഫസ് പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. പിന്നെ ഈ റോഡിന്റെ കാര്യം ഒന്നും പറയാനില്ല, നല്ല അടിപൊളി റോഡാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ വണ്ടിയൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രീനഗറിൽ നിന്ന് ലേ കാണാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ഫ്ലൈറ്റ് വരാം, അല്ലെങ്കിൽ കാറിൽ തന്നെ വരാം. ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശ്രീനഗറിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ലേ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രീനഗറിൽ നിന്ന് ടാക്സി പിടിച്ച് ലേയിലേക്ക് വരാം. ഇഷ്ടംപോലെ ടാക്സികൾ അവൈലബിൾ ആണ്. ഒരുപാട് പാക്കേജുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് താഴെ റോഡ് കാണാൻ പറ്റുന്നില്ലേ? ഞങ്ങളിങ്ങനെ കേറിയാണ് കേട്ടോ മുകളിലോട്ട് വന്നത്. നാഷണൽ ഹൈവേ 1 കൂടിയാണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. ഇതേ നിങ്ങൾ NH1 എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടോ? നമ്മളിപ്പോ ലെമയൂരു അടുക്കാറായി. നമ്മളിപ്പോ ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയാക്കുവാണ്. നമ്മളിപ്പോ ലെമയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞങ്ങൾ ചായ കുടിച്ചു കഴിഞ്ഞു. അപ്പൊ ഞങ്ങളൊരു ടിബറ്റന്റെ ഫ്ലാഗ് മേടിക്കാൻ പോവാണ്. പിന്നെ ഇവിടെ മുഴുവൻ ഈ ഫ്ലാഗാണ്. ഇതുപോലത്തെയാണ് ടിബറ്റന്റെ അടിപൊളി ഫ്ലാഗാണ്. ഇവിടെ ലഡാക്കിന്റെ ഒരു കീ ചെയിൻ ഉണ്ട്. പിന്നെ ഇവിടെ ടിബറ്റൻ ഫ്ലാഗ് ഉണ്ട്. പിന്നെ ലഡാക്ക് എന്ന് എഴുതിയ ഒരു മാഗ്നറ്റും ഉണ്ട്. അപ്പം നമ്മൾ ഇതില് ഫ്ലാഗ് മേടിക്കാൻ പോകും. ഫ്രണ്ട്സ്, നമ്മൾ ലാമയൂരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ ഇപ്പം കഴിക്കാനായിട്ട് ജസ്റ്റ് കയറിയത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഈ യൂട്യൂബേഴ്സിൻ്റെയും റൈഡേഴ്സിൻ്റെയും ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ സ്റ്റിക്കർ ഇങ്ങനെ കൊണ്ടുവന്നില്ല, അതുകൊണ്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ടിബറ്റൻ ഫ്ലാഗും ഇഷ്ടംമാതിരിയുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിച്ച ടിബറ്റൻ ഫ്ലാഗിന്റെ ഒരു വലിയ ഫ്ലാഗ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഫ്ലാഗ് ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ സോനാമാർഗിൽ നിന്ന് ലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പൊ ലേക്ക് പോണ വഴി നമ്മൾ ദ്രാസ്, കാർഗിൽ വാർ മെമ്മോറിയലൊക്കെ നമ്മൾ കണ്ടല്ലോ. പിന്നെ ഇത് ലെമയൂരു എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഇങ്ങോട്ട് വരുന്ന ഒരു മൊത്തം മലകളായിരുന്നു. ഇപ്പം ഈ മഞ്ഞില്ലാത്തതുകൊണ്ട് മലകളൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ഇത് സമ്മർ സീസണും ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ഒരു 4-5 മലകൾ കയറി ഇറങ്ങി വന്നിട്ട്
വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പ് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ എവിടെ ഇതില്ല. പിന്നെ ഇവിടെ മഞ്ഞും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് NH1 ആണ്, നാഷണൽ ഹൈവേ 1. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ലഡാക്കിലേക്ക് 130 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇങ്ങോട്ടുള്ള വഴി എങ്ങനെയുണ്ടെന്ന് അത്തച്ചിയോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു അത്തച്ചി ഇങ്ങോട്ടുള്ള വഴി? ഇങ്ങോട്ടുള്ള വഴികളൊക്കെ ഭയങ്കര വിഷമം പിടിച്ച വഴികളാണ്. നല്ല ഭംഗിയുള്ള മലകളൊക്കെയാണ്, പലതരത്തിലുള്ള മലകൾ. റോഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണോ അത്തച്ചി? ഇങ്ങോട്ടുള്ള റോഡൊക്കെ നല്ല റോഡായിരുന്നു, നല്ല വീതിയൊക്കെയുള്ള റോഡ്. മലകളൊക്കെ ആണെങ്കിൽ ഓരോ മലകളും ഓരോ ഭംഗിയാണ്, ഓരോ മലകൾക്കും. ചില മലകൾ ഇങ്ങനെ ഡിസൈൻ വരച്ച പോലെ പല കളറിലുള്ള മലകള്. പിന്നെ മഞ്ഞില്ലാത്തത് കൊണ്ടല്ല നമുക്കിങ്ങനെ ക്ലിയർ ആയിട്ട് കാണാം. മഞ്ഞ് കാലാണെങ്കിൽ ഇതെല്ലാം മൂടിക്കിടക്കും, ആകെ പുതച്ച് മൂടി മയമായിരിക്കും. വണ്ടിയൊന്നും കടത്തി വിടൂല. നമ്മള് അത് ഈ മലകളുടെ ഭംഗി ആസ്വദിക്കാനാണ് നമ്മളിപ്പോ നല്ല സീസണിലാണ് ഇപ്പൊ വന്നത്. അതിനാണ് ഇപ്പൊ ഇങ്ങോട്ടുള്ള നല്ല സീസണാണ്. നല്ല മലകളും നല്ല റോഡുകളും പ്രകൃതി ഭംഗികളും എല്ലാമുള്ള ഒരു സ്ഥലമാണിത്. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ മൂൺലാൻഡ്, മൂണിന്റെ സർഫസ് പോലെയുള്ള സ്ഥലം ഉണ്ടെന്ന്. ഇതാണ് കേട്ടോ അത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഈ സ്ഥലം. ശരിക്കും നമ്മൾ മൂണിൽ ചെന്ന പോലെ ഇല്ലേ ഈ സ്ഥലം കാണാൻ. ഇവിടെ ഇതുപോലെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മൂൺലാൻഡ് എന്ന് എഴുതിയത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല, ഇവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. എന്നാലും എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ. നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ഈ സ്ഥലം കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തും ഇതൊക്കെ ആസ്വദിച്ചിട്ടും പോവാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, വേറെ ഒരു ലാൻഡ് ഫാം ചെടൽപുറ്റ് പോലെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. ഒരു കോട്ട പോലെയൊക്കെ തോന്നും. ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലത്തെ ഉണ്ട്. നമ്മളിത് കണ്ടു കഴിഞ്ഞപ്പോ ഈ വണ്ടർ അടിച്ചു പോകും, അത്രയ്ക്കും അടിപൊളിയാണ്. എന്നിട്ട് റെസ്റ്റ് എടുക്കും. എന്നിട്ട് നാളെ നമ്മൾ ലേ ഫുള്ള് കറങ്ങാനായിട്ടാണ് നമ്മുടെ പ്ലാൻ. ലേയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. തിക്സേ മൊണാസ്ട്രി ഉണ്ട്, പിന്നെ ലേ ഗേറ്റ് ഉണ്ട്, പിന്നെ ലേ പാലസ് ഉണ്ട്, ലേ മാർക്കറ്റ് ഉണ്ട്, ശാന്തി സ്തൂപയുണ്ട്, ഹാൾ ഓഫ് ഫെയിം ഉണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മളീ പോകുന്ന വഴിക്ക് ഒരുപാട് ബുദ്ധസ്തൂപങ്ങളൊക്കെ കാണാനുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ മൊണാസ്ട്രികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലേയിലെ
താമസിക്കാൻ പോകുന്ന ഹോട്ടലിൽ എത്തിയേക്കുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഈ ഹോട്ടലിന്റെ പേര് ഹോട്ടൽ കായൽ എന്നാണ്. ഈ ഹോട്ടലിനോട് ചേർന്ന് ഒരു ലോൺ ഏരിയ ഉണ്ട്. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. നല്ല റെസ്റ്റ് ഒക്കെ എടുക്കാൻ നല്ല ഒരു പ്ലേസ് ആണ്. പിന്നെ ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ലഡാക്കിലാണ് കേട്ടോ. അപ്പോൾ ലേയില് നമ്മൾ റൂം എടുത്തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഇവിടെ വരുമ്പോൾ തന്നെയുണ്ട്. അത് നല്ല സ്പേഷ്യസ് ടോയ്ലറ്റ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ടി വി സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു മിനി ടേബിള് പോലത്തെ, അതിൻ്റെ ഇപ്പുറത്തുമായിട്ട് ചെയറും ഉണ്ട്. പിന്നെ ഇവിടെ ആണ് ബെഡ്. ഇവിടെ നല്ല അറേഞ്ച്, ഈ ബാത്തകോലൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലും ലാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി തത്തച്ചിയുടെ റൂമിലേക്ക് പോവാം ഫ്രണ്ട്സ്. പിന്നെ ഇവിടുത്തെ റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1000 rupees ആണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് തത്തച്ഛൻ്റെ റൂമാണ്. ഇത് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ബാത്റൂം ഉണ്ട്. ഇത് കുഞ്ഞിതാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ബെഡുണ്ട്. പിന്നെ ഇവിടെ TV, അതിൻ്റെ സ്റ്റാൻഡ്. പിന്നെ ഇവിടെ ഒരു ടേബിളിൽ കെറ്റിലൊക്കെ ചൂടാക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ നമ്മുടെ ഈ ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. അപ്പം ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ കായൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് റൊട്ടിയും പിന്നെ പനീർ ബട്ടർ മസാലയും പിന്നെ ബട്ടർ ചിക്കൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ റൊട്ടി വന്നു, പിന്നെ പനീർ ബട്ടർ മസാല വന്നു, പിന്നെ ബട്ടർ ചിക്കൻ വരാനുണ്ട്, പിന്നെ പനീർ മസാല വരാനുണ്ട്, പിന്നെ ഓനിയൻ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴിക്കാം. നല്ല ചൂട് റൊട്ടിയാണ്. അപ്പോൾ നമുക്കിനി തിന്ന് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ലേയില് 2 ദിവസം നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ലേയിലെ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. അതുവരേക്കും ബൈ.